ഡീമൺ സ്ലെയർ സീസൺ 4 അഥവാ ഹാസ്ര ട്രെയിനിങ് ആർക്ക് ഫൈനലി എൻഡ് ആയിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചുള്ള ഒരു റിവ്യൂ നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. സോ അന്നേരമായിരുന്നു ദ ഡീമൺ സ്ലെയർ ഫാൻസസിന് വേണ്ടി ഒരു ഗുഡ് ന്യൂസ് അനൗൺസ് ചെയ്യുന്നത്. എന്തുവാന്ന് ചോദിച്ചാൽ ഡീമൺ സ്ലെയർ ഇനി 2 ആർക്കുകളും കൂടെ ഉള്ളൂ. ആ 2 ആർക്കുകൾക്കുള്ളിൽ ഡീമൺ സ്ലെയർ എൻഡ് ആവും. സോ അതവർ അടുത്ത സീസൺ 5 എന്ന് പറഞ്ഞ് ഇറക്കാതെ അത് 3 മൂവിയായിട്ട് സ്പ്ലിറ്റ് ചെയ്തായിരിക്കും റിലീസ്. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ മൊബൈലിലും പി സിയിൽ ഇരുന്ന് കാണുന്നത് പോലെ ഒന്നുമല്ല നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ നേരത്തെ നമുക്ക് നല്ല രീതിയിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ ഞാൻ പേഴ്സണലി ഇതിനു വേണ്ടി ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഞാൻ ഡീമൺ സ്ലെയറിൻ്റെ മാങ്ക ഫുള്ള് വായിച്ച് തീർത്ത ഒരാളാണ്. സോ അതിൻ്റെ അതിൽ ഇൻഫിനിറ്റി ക്യാസിൽ ആർക്ക് എന്നൊക്കെ പറയുന്നത് വേറെ റേഞ്ചാണ്. സോ അതൊക്കെ എങ്ങനെ ഇവർ ആനിമേറ്റ് ചെയ്ത് കൊണ്ടുവരുമെന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ പേഴ്സണലി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ആനിമേറ്റ് ചെയ്യുന്നത് ഉഫോർട്ടേബിൾ ആണ്. സോ ആനിമേഷൻ രീതിയിൽ ഒരു വിട്ടുവീഴ്ച ഇവർ നടത്താൻ പോകുന്നില്ല, അതെനിക്ക് 100% ഉറപ്പാണ്. സോ ഇതിനെക്കുറിച്ചുള്ള ഒരു ട്രെയിലറൊക്കെ ഓൾറെഡി റിലീസ് ആയിട്ടുണ്ട്. സോ ആ ട്രെയിലർ കാണുമെന്ന് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേ. സോ ഇനി നിങ്ങൾ എല്ലാവരും ചോദിക്കാൻ പോകുന്നൊരു കാര്യമായിരിക്കും, ഈ മൂവി എന്നായിരിക്കും റിലീസാകാൻ പോകുന്നതെന്ന്. സോ അതിനെക്കുറിച്ച് നമുക്ക് ഇതുവരെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. സോ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയുകയാണ്, പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണ്, എനിക്ക് തോന്നുന്നു 2026 തുടക്കമോ അല്ലെങ്കിൽ 2025 അവസാനമോ ഈ മൂവി വരാൻ ചാൻസ്. സോ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയതേ ഉള്ളൂ. ചിലപ്പോൾ അതിന് നേരത്തെ വരാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടും വരാം. സോ നിങ്ങൾക്ക് അതുവരെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഭയങ്കര അധികം എക്സൈറ്റഡ് ആണ്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിഞ്ഞേ പറ്റത്തുള്ളെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാങ്ക വായിക്കാവുന്നതേ ഉള്ളൂ. സോ മാങ്കയ്ക്കകത്തിൽ ഇൻഫിനിറ്റി ക്യാസിൽ ആർക്കെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ രോമമൊക്കെ എഴുന്നേറ്റിരിക്കുവാണ്. കാരണം അത്തുപോക്ക് കിട്ടില്ല ആർക്കൊക്കെയാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ മാങ്ക വായിച്ച് നോക്കാം. സോ ഞാൻ ഈ പറയാൻ പോകുന്നത് ആനിമെ അല്ലെങ്കിൽ സീരീസ് കാണുന്നവരോടാണ്. മാങ്കയൊക്കെ വായിച്ചവരൊക്കെ ഇതൊക്കെ ഓൾറെഡി കണ്ടിട്ടുള്ളത്. ഇതുവരെ നമ്മൾ ഹാഷ്റാസിൻ്റെ ശരിക്കുള്ള മുഖം കണ്ടിട്ടില്ല, അതുപോലെ തന്നെ ഡീമൺസിൻ്റെ ശരിക്കുള്ള മുഖം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. സോ അതിൻ്റെയൊക്കെ ഒരു വെള്ളയാട്ടം തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നതൊക്കെ. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്തുവാ കമൻറ്റ് ചെയ്ത് പറയുക. അടുത്ത ദിവസം കാണാം. ബൈ.